പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസം നമ്മൾ കേട്ട ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിഷയത്തിൽ നിന്നും തുടങ്ങുകയാണ് ഇന്നത്തെ ഹൈ ഫൈവ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ജാഗ്രതാ നിർദ്ദേശങ്ങളായിരുന്നു. അതായത് പശ്ചിമേഷ്യയിലെ തുടരുന്ന സംഘർഷങ്ങൾ കാരണം അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ വിലക്കയറ്റം നേരിടാൻ ജനങ്ങൾക്ക് പുതിയ സാമ്പത്തിക നയങ്ങൾ നിർദ്ദേശിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ചോദ്യം ഇതാണ്, ലോക്കാകുമോ? जैसे एक बड़ा संकल्प है पेट्रोल डीजल का संयम से इस्तेमाल करना, साथियों हमें पेट्रोल डीजल का उपयोग कम करना होगा। शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे। वर्क फ्रॉम होम, ऑनलाइन कॉन्फ्रेंसिंग, वर्चुअल मीटिंग्स, इनको हमें फिर से प्राथमिकता देनी है। ऐसे ही खाने के तेल का भी है। देश हित में हमको ये तय करना पड़ेगा कि साल भर तक घर में कोई भी फंक्शन हो, कोई भी कार्यक्रम हो, हम सोने के गहने नहीं खरीदेंगे। അതിർത്തിയിൽ ജീവൻ ബലി കഴിക്കുന്നത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്നതും രാജ്യസ്നേഹമാണെന്ന് രാജ്യത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കുന്നതിനായി വിദേശയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമുക്ക് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കീ പോയിന്റ്സ്, അത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയേക്കാം. പ്രധാനമായിട്ടും 6 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞത് വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഇന്ധന ഉപഭോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പരമാവധി വർക്ക് ഫ്രം ഹോം നടപ്പാക്കണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. രണ്ടാമത്തേത് യോഗങ്ങൾ ഓൺലൈനിൽ നടത്തണം, അതായത് മീറ്റിങ്ങുകളൊക്കെ പരമാവധി ഓൺലൈൻ ആക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറയുകയുണ്ടായി. മറ്റൊന്ന്, പെട്രോളും ഡീസലും വാങ്ങുന്നത് കുറയ്ക്കുക എന്നുള്ള ആഹ്വാനമാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് നൽകിയത്. ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ധന ഉപഭോഗം പരമാവധി കുറയ്ക്കുക, ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക, ഇതായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞ നിർദ്ദേശങ്ങളിൽ മറ്റൊന്ന്. വിദേശയാത്ര ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അതായത് വിദേശ നാണയ ശേഖരം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്, അതുകൊണ്ട് തന്നെ അനാവശ്യ യാത്രകൾ വേണ്ടെന്ന് വയ്ക്കണമെന്നും പ്രധാനമന്ത്രി മോദി ഇന്ന് പറയുകയുണ്ടായി. മറ്റൊന്ന്, സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വർണം വാങ്ങുക, സ്വർണം ഇറക്കുമതി കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. പൊതുഗതാഗതത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്തണം എന്നും പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞു. പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുക, കാർ പൂളിംഗ് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഒരേ സ്ഥലത്തേക്ക് ഓരോരുത്തരും ഓരോ കാറിൽ പോകുന്നതിന് പകരം പറ്റുമെങ്കിൽ ഒരു കാറിൽ പോകാൻ എല്ലാവരും ശ്രമിക്കുക എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞു. ഇതാണ് പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞ 6 കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇനി എന്തുകൊണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അസാധാരണ സാഹചര്യം കണക്കെ ഇന്ന് ഇങ്ങനെ പറഞ്ഞത് എന്ന് പരിശോധിച്ചാൽ നോക്കൂ, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും ഇന്ധനവില കൂടാനുള്ള സാധ്യത ഒരുങ്ങിയിട്ടുണ്ട്. ഹോർമൂസ് പ്രതിസന്ധി അടക്കം ഇറക്കുമതി ശൃംഖലയിൽ വലിയ തടസ്സങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് മോദി ഇത്തരം ഒരു കാര്യം പറഞ്ഞത്. മറ്റൊന്ന്, ഈ സ്വർണം, വളം തുടങ്ങിയവയുടെയും ഇറക്കുമതി കൂടുന്നത് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിന് ഇടിയാൻ കാരണമാകുന്നുണ്ട്. രൂപയുടെ മൂല്യവും താഴുകയാണ്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് മോദിയുടെ ആഹ്വാനം വന്നത്. മെയ് 1 അവസാനിച്ച ആഴ്ചയിൽ മാത്രം $779.4 കോടി ഇടിഞ്ഞ് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം 69.3 കോടി ഡോളറിലേക്ക് വിദേശ നാണ്യശേഖരം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തെ തുടർന്നാണ് ഇവിടെ എത്തിയ നാണ്യശേഖരം ഈ രീതിയിലേക്ക് ഇടിഞ്ഞു താണത്. ഇതൊക്കെ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. മറ്റൊന്ന്, ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ഇന്ന് വ്യാപാരത്തിൽ ഒരു വേളയിൽ
40 പൈസയിലേറെ ഇടിഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും താഴ്ചയായ 95.17 എത്തിയിരുന്നു. ഇത് മാത്രമല്ല, ക്രൂഡ് ഓയിൽ വില വർധനവും സ്വർണം, ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവും ഓഹരി വിപണിയിൽ നിന്നുള്ള വിദേശ നിക്ഷേപ ഇടിവും ഒക്കെയാണ് രൂപയെ നിലവിൽ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യങ്ങൾ. സംഘർഷം അവസാനിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ എണ്ണ വില കുതിച്ചുയർന്നു. ഇത് ഓഹരികൾക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. സെൻസെക്സ് 900 പോയിന്റ് താഴ്ന്ന് 76.45 എത്തിയിരുന്നു. ഇതിന്റെ ഈ ഉച്ചയോടെയുള്ളൊരു കണക്കായിരുന്നു ഇത്. അതേപോലെ തന്നെ നിഫ്റ്റിയിലും ഇടിവ് രേഖപ്പെടുത്തി 235 പോയിന്റ് ഇടിഞ്ഞ് 23,339 നിഫ്റ്റിയും എത്തിയത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് ചെലവ് കൂടുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതായത് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മാത്രം ഇന്ത്യക്കാർ വിദേശയാത്ര, അതേപോലെ പഠനം, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സമ്മാനങ്ങൾ നൽകൽ, ചികിത്സ, നിക്ഷേപം, ഭൂ ആസ്തി വാങ്ങൽ തുടങ്ങിയവയ്ക്ക് വേണ്ടി 22,000 കോടി രൂപയിലേറെ ചെലവിട്ടു എന്നാണ് റിസർവ് ബാങ്കിന്റെ പ്രതിമാസ അവലോകന റിപ്പോർട്ടിലുള്ളത്. ഇതിൽ 12,200 കോടിയും ഇന്ത്യക്കാർ ചെലവിട്ടത് വിദേശയാത്രയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. അപ്പം ഇത് ഈ നിലവിലെ സംഘർഷത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഗുരുതരമാണ്. ഈ സ്ഥിതിയിൽ നിന്നും ഇന്ത്യ മെച്ചപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി കുറച്ചധികം സമയം വേണ്ടിവരും. കാരണം നിലവിൽ ഇപ്പോൾ 2 രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. ഉപാധികൾ അംഗീകരിക്കാൻ രണ്ടുപേരും തയ്യാറല്ല. അതുകൊണ്ട് എത്ര കാലം ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷ സാഹചര്യം നീണ്ടുപോകുമെന്ന കാര്യം അറിയില്ല. ഹോർമൂസ് കടലിടുക്ക് തുറക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അവിടെ പ്രതിസന്ധി നിലനിൽക്കുന്നിടത്തോളം കാലം രാജ്യത്തിനെയും അത് ഡയറക്റ്റ് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചധികം ബോധവാന്മാരാകണം, അല്ലെങ്കിൽ നമ്മളൊന്ന് ചുരുക്കണം, എല്ലാ കാര്യങ്ങളിലും ഒന്ന് ചുരുക്കി ചെലവാക്കണം എന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ എന്തായാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കോവിഡ് കാലത്തിന് സമാനമായിട്ട് നടത്തിയ അപ്രതീക്ഷിത ആഹ്വാനങ്ങൾ ഓഹരി വിപണിക്ക് കനത്ത ആഘാതമായിട്ടുണ്ട്. ഇറാൻ US സംഘർഷം നീളുമെന്ന സൂചനകളും ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും ഒക്കെ സൃഷ്ടിച്ച ആഘാതത്തിന് പുറമെയാണ് മോദിയുടെ വാക്കുകളും വിപണിയിൽ ഇന്ന് മുറിവേൽപ്പിച്ചത്. അപ്പോൾ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് നമ്മളൊക്കെയും കുറച്ചധികം മുണ്ട് മുറുക്കണമെന്ന് സാരം.